ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് എനിക്കും മക്കൾക്കും സുഖമാണ്. അപ്പോൾ റംസാന് വന്നു. അപ്പോൾ ഇനി ലൈവും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ലൈവും കാര്യങ്ങളൊക്കെ നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇടാം. എന്താ പറയുക, റംസാന് നല്ലപോലെ എല്ലാവരും എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു ഇത് കേട്ടോ, നമ്മുടെ ഒരു എന്താ പറയാ, എൻ്റെ കൈ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സാലെ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റോ അല്ലെങ്കിൽ എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ദോഷം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ട് തന്നാളേ. റംസാനാണ്, ഇൻഷാ അല്ലാഹ് റംസാൻ വന്നു. അപ്പോൾ ഇനി ഇവിടെ ഞങ്ങളുടെ നോമ്പ് കാര്യങ്ങൾ ഒക്കെയാണ്. എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഇവിടെ വന്നതിന് ശേഷം നമ്മളെ ഷെരീഫിനായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും, ഷെരീഫിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നോ, കേസ് എന്തായി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഷെരീഫിനെ കണ്ടു. ഞാൻ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് കേട്ടോ. അന്ന് ഞാൻ ടൗണിൽ പോയപ്പോൾ ഷെരീഫിനെയും ഷെരീഫിൻ്റെ ഉമ്മാനെയും വൈഫിനെയും അവരുടെ കുടുംബത്തിനെ എല്ലാവരെയും കണ്ടു. അവരോട് ഞാൻ സംസാരിച്ച്, അവൻ കണ്ട് ചിരിച്ച് അവനോട് നമ്മൾ സംസാരിച്ചു. ആരിനോടും ഈ റംസാൻ മാസത്തിൽ എന്നല്ല ശത്രുത വെച്ച് നമ്മളെ നോമ്പ് നോക്കുക. അപ്പോൾ ചോദിക്കും, നിന്റെ ഉമ്മാനോട് നീ പൊരുത്തം ചോദിച്ചോന്ന്. ഞാൻ ഉമ്മാനോട് പോയി പൊരുത്തം, ഞാൻ എൻ്റെ കടമ ഞാൻ ചോദിച്ചു. പൊരുത്തം തരേണ്ടതും തരാത്തതും ഉമ്മയാണ്. അപ്പോൾ അത് ഞാൻ അതേപോലെ തന്നെ എനിക്ക് മനസ്സാലെ അല്ലെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് നമ്മളെ ഇപ്പോൾ ഒരുപാട് വിഷയമായ പ്രശ്നങ്ങളായത് നമ്മളെ ഷെരീഫിനെ കൊണ്ടും ഷെരീഫിൻ്റെ വീട്ടിൽ പോയത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതും ഞാൻ അങ്ങോട്ട് തീർത്തു. ഞാനും ഷെരീഫിനായിട്ട് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരാളിനായിട്ട് ഒരു ശത്രുത എനിക്കില്ല. ഞാനും എൻ്റെ മക്കളും എൻ്റെ 5 മക്കളും മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രഷർ കാര്യങ്ങൾ, ഡിപ്രഷൻ, മരുന്നുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ തലയിൽ വന്ന് കിടക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ സംഭവിച്ച എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. പക്ഷെ അന്നത്തെ ടെൻഷനിൽ നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലും അങ്ങനെ തോന്നുള്ളൂ. പിന്നെ കാണുന്നതെന്നും എല്ലാം സത്യം അല്ലെങ്കിൽ എല്ലാം ശരി എന്ന് പറഞ്ഞിട്ട് എടുക്കരുത്. ഞാൻ ഇപ്പോൾ പുറത്ത് പോയിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ലൈവ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് തന്നെ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഷെരീഫിനെ കണ്ടപ്പോൾ ഞാൻ ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സ് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കുറേ പേര് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് തീർന്നു. നമ്മളിന്ന് ഷെരീഫിനെ കാണും, അവരുടെ കുടുംബത്തിനെ കണ്ടു, സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പൊരുത്തം ചോദിച്ചു, നമ്മളെ പൊരുത്തപ്പെടിയിച്ചു. എന്താ പറയുക, ഈ ദുനിയാവിൽ ആരും നിരന്തരമല്ല. ഞാനും നിരന്തരമല്ല, നിങ്ങളും നിരന്തരമല്ല. എല്ലാം നമ്മൾ അവിടെ ഈ ദുനിയാവിൽ നമ്മൾ വെറും എന്താ പറയുക അതിഥികൾ മാത്രമാണ്. അങ്ങോട്ട് നമ്മുടെ ഖബറിലേക്ക് അങ്ങോട്ട് ആഖിറമാണ് നമ്മളുടെ എല്ലാം. ഞാൻ എന്താണ് പറയുക, എൻ്റെതായ ഒരു രീതിയിൽ അല്ലെങ്കിൽ എൻ്റെതായ ഒരു ഇതിലൊക്കെ ജീവിച്ച് അങ്ങനെ എല്ലാ തെറ്റുകളും ചെയ്തിട്ട് ജീവിച്ചു എന്നല്ല. എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ എന്നാലും എന്താ പറയുക, എൻ്റെ മക്കളെ വിട്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഇങ്ങനെയുള്ള ഇതോ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എന്നെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു തുണയില്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ പറ്റി മനസ്സിലാവും. അപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചതിനുള്ള ഒരു മറുപടിയാണ്. അതിൻ്റെ വീഡിയോ ഞാനിവിടെ ഉൾപ്പെടുത്താം. ഞാനും ഷെരീഫും കൂടി തമ്മിലൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഉൾപ്പെടുത്താം. പിന്നെ എന്താണ്, യൂട്യൂബിലൂടെ തന്നെ ഒരുപാട് റിയാക്ഷൻ വീഡിയോസും അല്ലാണ്ടും വേണ്ടിയിട്ടും എല്ലാവരും എന്താ പറയുക, എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടും അല്ലാണ്ടും ഇതിനൊക്കെ വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഞാൻ എൻ്റെ ഭാഗം ശരിയാക്കണം കേട്ടോ. അപ്പോൾ നീ അങ്ങനെ ആക്കിയില്ലേ, ഇങ്ങനെ ആക്കിയില്ലേ, ഉമ്മാനെ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ എന്നൊക്കെ ചോദ്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ എൻ്റെ ആ ടെൻഷൻ അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ, അത് സത്യമാണ്. അതെൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റാണ്. പക്ഷെ അത് എന്നെ കൊണ്ട് ചെയ്യിച്ചതുമാണ്.
അതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചതുമാണ്. അതും കൂടി ഞാൻ പറയാം. കാരണം അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് മുതൽ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം. നമുക്ക് യൂട്യൂബ് വീഡിയോസ് തുടങ്ങിയ മുതൽക്കേ നമ്മളോട് ഒരു വിരസത ഉള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെയാണ്. അപ്പം എന്തായാലും വലിയൊരു ഭാരം ഞാൻ ഇറക്കി വെച്ചു. ഈ ഒരു ഇതായിരുന്നു എല്ലാം കൊണ്ട്. എപ്പോൾ ലൈവ് ഇട്ടാലും അല്ലാത്ത ടൈമിലും നീയും ഷെരീഫും തമ്മിലുള്ള പ്രശ്നം തീർന്നോ, നീയും ഷെരീഫും തമ്മിലുള്ള പ്രശ്നം തീർന്നോ, നിങ്ങൾ ഒരു ഭാഗത്തല്ലേ ഇരിക്കണം, അങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊക്കെ ഒരു പ്രശ്നം തീർത്തു. പറയേണ്ടതൊക്കെ പറഞ്ഞു. നമ്മൾ കുറേ സംസാരിച്ചു. പിന്നെ ഞാനൊരു ഷോർട്സ് എടുത്തിട്ടുണ്ട്. ആ ഷോർട്സ് ഞാനിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ എന്തോ മനസ്സിനൊരു ഭാരം. ഞാൻ തെറ്റ് ചെയ്താലും ഇപ്പം അവൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്താലും എല്ലാം നമ്മളായിട്ട് തന്നെ പറഞ്ഞ് തീർപ്പാക്കി നമ്മൾ വിട്ടു. കാരണം അവൻ്റെ ആ ഒരു എന്താ പറയുക, അത് ആ ഒരു രീതിയിൽ അന്നത്തെ ടൈമിൽ എൻ്റെ സിറ്റുവേഷനും അന്ന് അത്രയും മോശമായിരുന്നു. വീട്ടിലുള്ള പ്രശ്നങ്ങൾ, വീട്ടിലുള്ള പ്രഷറുകൾ, വീട്ടിലത്തെ ഓരോ സംഭവങ്ങളുടെ പ്രഷർ മൂലം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മളെ ആരും തുണയില്ലാണ്ട് ഒറ്റയ്ക്ക് മക്കളെ വളർത്തുന്നതിൻ്റെ അനുഭവം വേറൊരാൾക്ക് മനസ്സിലാവില്ല. അത് എനിക്കും എൻ്റെ പടച്ചോനെ അറിയുള്ളൂ എങ്ങനെയാണ് ഞാൻ എൻ്റെ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ മക്കളെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര വലിയ ശത്രുവോ അല്ലെങ്കിൽ അത്ര വലിയ മനസ്സിലെല്ലാം കൊണ്ട് നടക്കണ ഒരാളോ അല്ല. എനിക്ക് ടെൻഷൻ വരും, ദേഷ്യം വരും. ആ ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന സമയമായിരുന്നു. പിന്നെ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്രഷൻ സ്റ്റേജ് സമയം, ഇതൊക്കെ ഒരു സമയം വരുമ്പോൾ ഞാൻ പറയാ എന്നുള്ള ഒരു ഇതിൽ നിൽക്കായിരുന്നു. അപ്പോൾ നമ്മൾ മരുന്ന് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ടൈമായിരുന്നു. പിന്നെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന ആ ടൈമൊക്കെ ആയിരുന്നു. നമ്മൾ വീട് മാറിയ ടൈമും പിന്നെ ഇവൻ അടുപ്പിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒരു പ്രഷറിൻ്റെ ആ ഒരു രൂപത്തിൽ വന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വന്നത് എന്താന്ന് വെച്ചാൽ, ആ ഒരു ഷെരീഫും ഞാനും തമ്മിലുള്ള പ്രശ്നം ഞാൻ തന്നെ സോൾവ് ആക്കി പറഞ്ഞു, ഇതാക്കി അവരോട് സംസാരിച്ചു. അവരോട് എല്ലാവരോടും സംസാരിച്ചു. ഷെരീഫിനോടും വൈഫിനോടും ഉമ്മാനോടും എല്ലാവരെയും കണ്ടു. ഞങ്ങൾ ടൗണിൽ വെച്ച് എല്ലാവരെയും കണ്ടു, സംസാരിച്ചു കേട്ടോ. അപ്രതീക്ഷിതമായി കണ്ടതാണ്. അപ്പോൾ സംസാരിച്ചു. നമ്മൾ എന്താ പറയുക, ആ ഒരു ഭാരം അങ്ങോട്ട് തീർത്തു. ഈ ദുനിയാവിൽ ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു ഇപ്പം നമ്മളെ എല്ലാം മനസ്സിൽ വെച്ചിട്ട് നോയമ്പ് നോറ്റിട്ടോ ഒരു കാര്യമില്ല. ഇപ്പം അവൻ എന്നെ കുറേ പറഞ്ഞിട്ട് ഞാൻ അവനെ കുറേ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക, ഇന്നത്തോടെ എല്ലാം തീർന്നു. ഇതുപോലെ എല്ലാവരുടെ കാര്യം എനിക്ക് അറിയില്ല. ഞാൻ നേരിട്ട് കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ റിയാക്ഷൻ വീഡിയോസ് ആൾക്കാരും ഇതിനെതിരെ ഒരുപാട് പേരിട്ടിട്ടുണ്ട്. ആരുടെടുത്തൊന്നല്ല, എനിക്ക് പേഴ്സണലി നമ്മളെ കണ്ട് നമ്മളുടെ അടുത്ത് നമ്മൾ സംസാരിച്ചു, ഒത്തുതീർപ്പാക്കി, അത് അങ്ങനെ തീർന്നു. അപ്പോൾ ഞാനും ഷെരീഫും തമ്മിലുള്ള പ്രശ്നം അങ്ങനെ സോൾവ് ആക്കിയിട്ടുണ്ട്.